നമസ്കാരം. റിയൽ ന്യൂസ്. കൊളത്തൂർ ഗണേശ സാധന സേവാ സമിതി ഏർപ്പെടുത്തിയ വാദ്യശ്രേഷ്ഠ പുരസ്കാരം, ദൈവനൃത്യ കലാനിധി പുരസ്കാരം എന്നിവയുടെ വിതരണം നടന്നു. വാദ്യശ്രേഷ്ഠ പുരസ്കാരം സന്തോഷ് കൈലാസിനും ദൈവനൃത്യ കലാനിധി പുരസ്കാരം കാവുമട്ടം നിതീഷ് പെരുവണ്ണാനും ലഭിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കൊളത്തൂർ ഗുരുവരാനന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൊളത്തൂർ അദ്വൈതാശ്രമം സംഭൂജി സ്വാമിനി ശിവാനന്ദപുരി നിർവഹിച്ചു. കൊളത്തൂർ ഗണേശ സാധന സേവാ സമിതി ഏർപ്പെടുത്തിയ വാദ്യശ്രേഷ്ഠ പുരസ്കാരം, ദൈവനൃത്യ കലാനിധി പുരസ്കാരം എന്നിവയുടെ വിതരണം നടന്നു. വാദ്യശ്രേഷ്ഠ പുരസ്കാരം സന്തോഷ് കൈലാസിനും ദൈവനൃത്യ കലാനിധി പുരസ്കാരം കാവുമട്ടം നിതീഷ് പെരുവണ്ണാനുമാണ് ലഭിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കൊളത്തൂർ ഗുരുവരാനന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൊളത്തൂർ അദ്വൈതാശ്രമം സംഭൂജി സ്വാമിനി ശിവാനന്ദപുരി നിർവഹിച്ചു. ഈശ്വരൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമാണത് എന്ന് പറയാം. അങ്ങനെ തീർത്തും അനുഗ്രഹീതരായിട്ടുള്ള ആളുകളാണ് കലാകാരന്മാർ. എത്ര കഴിവോടുകൂടിയിട്ടൊരാൾ ജനിച്ചിട്ടുണ്ടെങ്കിലും നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെയാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അഥവാ പരിപോഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധന എന്നുള്ളത്, ഉപാസന എന്നുള്ളത് അതിൻ്റെ അവശ്യമായിട്ടുള്ള ഭാഗമാണ്. എന്നാൽ തന്നെയും ഒരു ഈശ്വരാനുഗ്രഹം ഒരാളിൽ ഉണ്ടാവണം, ഒരാൾ കലാകാരനാവണം എന്നുണ്ടെങ്കിൽ. കാഞ്ഞിരശ്ശേരി വിനോദ് മാരാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഗണേശ സാധന സേവാ സമിതി ജനറൽ സെക്രട്ടറി സുമേഷ് നന്ദാനത്ത് ആമുഖ ഭാഷണം നടത്തി. ഗണേശ സാധനാ സേവാ സമിതി ഈ പുരസ്കാരങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തിനാ ഇത്രയേറെ ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ഇത്രമാത്രം അതിനുവേണ്ടി ഇങ്ങനെ ഓരോന്ന് പുതിയത് കണ്ടെത്തുന്നത് എന്തിനാ എന്നൊരു ചോദ്യം അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി. ഗണേശ സാധനാ സേവാ സമിതി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇതൊരു ആദർശപരമായിട്ടുള്ളൊരു സമീപനമാണ്. പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണ്. അംഗീകരിക്കപ്പെടേണ്ടവരെ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കുകയും ചെയ്യുന്ന പൂർവികമായ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണിത്. ഇന്ന് അംഗീകാരവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ട് താന്തോന്നിത്തവും അതിനപ്പുറത്തെ ധിക്കാരവും വരുന്നൊരു സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ നാടിൻ്റെ തനതായ സംസ്കാരത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രാഷ്ട്രം മുന്നോട്ട് യാത്ര പോകുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കലാകാരന്മാരുടെയും മഹത് വ്യക്തികളുടെയും സാന്നിധ്യവും അവർ സമൂഹത്തിൽ നൽകുന്ന സന്ദേശവും അത് ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, ശാന്തവും സമാധാനവുമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിൽ ആധ്യാത്മികതയുടെ പരിവേഷം വരുത്തി ഒരു വലിയൊരു സംവിധാനത്തെ തയ്യാറാക്കുന്നതിൽ പങ്കുവഹിക്കുന്നവരാണ്. മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. നമ്മുടെ തനതായ സംസ്കാരം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകരാൻ ഇത്തരം വേദികൾ നമുക്ക് നിർബന്ധമായി ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉമേഷിക്കും മറ്റുള്ള ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും അഭിനന്ദിക്കുന്നു. സ്കന്ദവിനായക സാധന കേന്ദ്രം ലോഗോ ബ്രഹ്മശ്രീ ചെറുവക്കാട് ഇല്ലം ശ്രീകാന്ത് തന്ത്രികൾ പ്രകാശനം ചെയ്തു. ലോഗോ തയ്യാറാക്കിയ നിഖിൽ പള്ളിപ്പറമ്പിലിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ചെയർമാൻ സുധാകരൻ കൊട്ടാളി, ഗണേശ സാധന സേവാ സമിതി പ്രസിഡന്റ് റീന മാധവൻ ചൂരക്കാട്ട്, വിനായക വാദ്യകലാവേദി കൊളത്തൂർ ഗുരുനാഥൻ, അജിത് കൂമ്പുള്ളി, രാജീവൻ കൊളത്തൂർ, ഹരീഷ് പുല്ലങ്കോട്, സ്വാഗത സംഘം ചെയർമാൻ CM സുനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷ് കൈലാസ്, നിതീഷ് പെരുവണ്ണാൻ മറുമൊഴി പ്രസംഗം നടത്തി. സന്തോഷ് കൈലാസിൻ്റെ നേതൃത്വത്തിൽ 16ഓളം കലാകാരന്മാർ അണിനിരന്ന സോപാന സംഗീതവും അരങ്ങേറി. അജിത് കൂമ്പുള്ളിയുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ 15ഓളം കലാകാരന്മാരുടെ ചെണ്ടവാദ്യ അരങ്ങേറ്റവും നടന്നു.
റിയൽ ന്യൂസ് ബാലുശ്ശേരി.